മേഖലയിലും ഓരോ കഥ പറയാനുണ്ട്. വാഹനം ഉപയോഗിക്കുന്ന ആരായാലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ നമ്മുടെ RPC 109 പാലോട് ഡിപ്പോയിലെ KL51A 719 എന്നാണ് ഈ നമ്മുടെ ഈ ആന വണ്ടിയുടെ സാരഥി. അവർ ഡിയർ ഡ്രൈവർ ബ്രോ. യെസ്, ചേട്ടൻ്റെ ഡ്രൈവിങ് പരിപാടി ഫസ്റ്റ് പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര കംഫർട്ടാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി ജീപ്പ് ഉണ്ടായിരുന്നു, വീട്ടിൽ ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഡ്രൈവിംഗ് ഫീലേക്ക് തിരിഞ്ഞതാണ്. ഓക്കെ. അങ്ങനെ ഒരുപാട് യാത്രകൾ കൽക്കട്ട, ബോംബെ, റായ്പൂർ, ചമ്പൽ, എടർക്കാട്, അമരാവതി, അക്കോള, പൂന, ഒരുപാട് വണ്ടികളിൽ ഇങ്ങനെ ഓടിക്കുകയും RSRന്റെ റെയിലേഷനുള്ള വണ്ടിയൊക്കെ ഓടിക്കുകയും തിരിച്ചോട് വരുമ്പോൾ അങ്ങനെ ജോലി കിട്ടുന്നത് സെറ്റ് ആവുന്നു. ഓക്കെ. അങ്ങനെ ഇതിന് ക്രൈസായി കൊണ്ടുനടന്നു. പക്ഷേ ഇപ്പം ക്രൈസ് ആണെങ്കിൽ പോലും നമുക്ക് ഡ്രൈവിംഗ് നല്ലൊരു ഒരു ഹാബിറ്റാണ്, നല്ലൊരു പ്രൊഫഷനും കൂടിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഈ ഡ്രൈവിംഗ് വലിയ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് ഡ്രൈവറായി മാറും. മീൻസ് വലിയ വാഹനങ്ങളുടെ ഉപയോഗം ശരിക്കും നമ്മളെ മൈൻഡിനെയും ശരീരത്തെയൊക്കെ തളർത്തും. ഓക്കെ, ശരിക്കാണ്. നമ്മൾ ആൾ നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ള അലുവരി ഈ വണ്ടിയുടെ ഒരു പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ശരിക്കും ഒരു മെന്റലി പവറാണ്, ഹാർഡ് കോർ പരിപാടിയാണ്. അത് വളരെ രസകരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല ഞാനിത് ഓടിച്ച് തിരുത്തിട്ട് പോകാം എന്ന് കരുതി ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇത്തരം പാസഞ്ചർ വാഹനങ്ങൾ നമുക്ക് ഒരിക്കലും 5 മണിക്ക് കയറി 6 മണിക്ക് കളഞ്ഞിട്ട് പോകണമല്ലോ ആ ചിന്തയിൽ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിനും വണ്ടിക്കും കേടില്ലാത്ത രീതിയിൽ യാത്രക്കാരൻ കേടില്ലാത്ത രീതിയിൽ നമുക്ക് പുറത്തിറങ്ങി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അതായത് ഒരിക്കലും നമുക്ക് ഈ എന്താണ് പറയുക, നമ്മളൊരു റാഷ് മൂഡിൽ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. വണ്ടി കുറെ കഴിയുമ്പോൾ നമ്മൾ ടയർഡായി, നമുക്ക് തന്നെ ഇത് മടുക്കും. പിന്നെ ആദ്യം നമ്മളെ വണ്ടിയെ നമ്മൾ കൊണ്ടുപോകും, കുറേ വണ്ടി നമ്മളെ കൊണ്ടുപോകും, കണക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സമയത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കുറയും, വണ്ടിക്ക് ക്ഷീണം കുറയും, ചതിക്കില്ല, വാഹനം ചതിക്കില്ല. അതായത് മെയിൻ പാഷൻ വേണം, ഭക്ഷിപ്പായിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടല്ലേ? ഈ വണ്ടി തന്നെയാണോ? അല്ലല്ല, എനിക്ക് ഷെഡ്യൂൾ ഡ്യൂട്ടി വേറെ ഉണ്ട്. പല ഡിപ്പോകളിൽ പോകുമ്പോഴും ഷെഡ്യൂൾ നമ്മൾ സീനിയാരിറ്റി അനുസരിച്ച് ഷെഡ്യൂളാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സീനിയാരിറ്റി അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് ടേൺ നിശ്ചയിക്കും. ചിലപ്പോൾ 1-2 അങ്ങനെ ദിവസങ്ങളിലായിരിക്കും, ചിലപ്പോൾ അടുപ്പിച്ച ദിവസങ്ങളിലായിരിക്കും അങ്ങനെ ടേൺ തരുന്നത്. ഓക്കെ. WT മോഡാണെങ്കിൽ 2-3 ദിവസം പോയി തീർക്കുന്ന കണക്കാണ് സാധിക്കും. ട്രിപ്പുകളാണ്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ നമ്മൾ സർഗാത്മക പ്രവർത്തനങ്ങൾ മാത്രമേ ഞാൻ അത്യാവശ്യം കവിതയൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ്. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം സർഗാത്മകതയും ഈ വർക്കും കൂടി കുറച്ച് കൊണ്ടുവന്ന തരത്തിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ മെച്ചമൊന്നും ലഭിക്കാറില്ലെങ്കിൽ പോലും മാനസികമായി അല്പ സംതൃപ്തിയോടുകൂടി കൊണ്ടുവന്ന പ്രക്രിയയാണ്. നമ്മുടെ കഞ്ഞി കുടിച്ചാൽ സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ സമാധാന കുറവാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ സമാധാന കുറവാണ് കാര്യം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. പക്ഷേ അതിലും അത്യാവശ്യം നമുക്ക് മുമ്പിലെടുത്താൽ ഉണ്ടടാ എന്ന് കരുതി പോകുന്നൊരു പക്കയിൽ പോയാലേ മുമ്പ് തിരിച്ച് വീട്ടെത്താൻ പറ്റുള്ളൂ. റോഡിൽ ഡിഫൻസോടെ വേണ്ടി പോയേ പറ്റും എപ്പോഴായാലും. അതായത് ഡിഫൻസായി പോവുക. നമ്മളിലും മറ്റുള്ളവരിലും നാട്ടിലും വാഹനത്തിലും മറ്റുള്ള വാഹനങ്ങളൊക്കെ ഡിഫൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ. എനിക്കും ഞാൻ ഈ പറയുന്നെങ്കിൽ എനിക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പരിപാലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാനും ബാഹ്യമായ വിഷയങ്ങളിൽ അൽപ്പെട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ വിഷയത്തിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നിരിക്കാം. പക്ഷെ അപ്പോഴും പൊട്ടിത്തെറിക്കാതിരിക്കാൻ മാക്സിമം പിന്നെ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ പവർ നിൽക്കുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ പോകും. അതിലും കഴിഞ്ഞ് പോകുമ്പോഴേ പൊട്ടിത്തെറിക്കാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെയുള്ള കുറേ ഇതുണ്ട്. രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. തീർച്ചയായും ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. നമ്മൾ ഈ യൂട്ടോപ്യൻ കഥകളെന്നും ഈസോപ്പ് കഥകളെന്നൊക്കെ പറയുമ്പോൾ എല്ലാ മേഖലയിലും ഓരോ കഥ പറയാനുണ്ട്. ഡ്രൈവർമാർക്കൊന്നുമല്ല, കൊത്തപ്പണിക്ക് പോകുന്നവരായാലും ശരി, ആയാലും ആർക്കായാലും അല്പം ഒന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ അവർക്കും പറയാൻ ഒരു കഥയുണ്ട്. സ്വന്തമായിട്ടൊരു കഥ കാണും. കഥ ഉണ്ടായാലും ജീവിക്കും. കഥ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതാണ് അതൊരു പോയിന്റ് കൂടിയാണ്. ലൈഫ് നാട് ലൈഫായാലും. അല്ലാതെ വെറും ഒന്നും ചെയ്യാനില്ലാത്തൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ ലൈഫ്.